ഹായ്, അസ്സാം വലൈക്കും. എൻ്റെ 25 വർഷത്തെ പ്രവാസ ജീവിതത്തിനിടയിൽ എൻ്റെ മുന്നിലൂടെ കടന്നുപോയ 3 പേരുടെ ജീവിത കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ എത്തുന്നതിന് 1 വർഷം മുൻപ് ഈ 3 പേരും കൂടി ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പണാക്കി. ആദ്യത്തെ 2 പേർക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് അവരായിരുന്നു ഈ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത്. മൂന്നാമത്തെ വ്യക്തിക്ക് കാര്യമായ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾ കിച്ചണിൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒതുങ്ങിക്കൂടി. ഇങ്ങനെ നല്ല രീതിയിൽ റെസ്റ്റോറൻറ്റ് നടന്നുകൊണ്ടിരുന്നെങ്കിലും ഈ ആദ്യത്തെ 2 പേരും ഈ മൂന്നാമത്തെ വ്യക്തിയോട് എന്നും നഷ്ടക്കണക്കുകൾ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. എന്തിനേറെ പറയണം, ഈ പാവത്തിന് ഇവർ പലപ്പോഴും ശമ്പള പൈസ പോലും കൊടുത്തിരുന്നില്ല. ആ സമയങ്ങളിൽ പലരും ഈ മൂന്നാമത്തെ വ്യക്തിയോട് പറയുമായിരുന്നു, നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയൊക്കെ, നിങ്ങളും കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടിയെന്ന്. അപ്പോൾ ആ മനുഷ്യൻ നിഷ്കളങ്കമായ രീതിയിൽ മറുപടി പറയുന്നു, അവരെന്നെ ചതിക്കില്ലടാ, ആ നഷ്ടമായുണ്ടായിരിക്കും, നാളെ ഒരു കാലത്ത് ഇത് ലാഭത്തിലോട്ട് പോകും. ഇങ്ങനെ കുറേ വർഷങ്ങളങ്ങ് കടന്നുപോയി. ഒരു ദിവസം ചില കാരണങ്ങൾ കൊണ്ട് ആ റെസ്റ്റോറൻറ്റ് ക്ലോസ് ആയി. ആദ്യത്തെ 2 പേരും എല്ലാ മാസവും നല്ലൊരു പൈസ നാട്ടിലേക്ക് അയച്ചിരുന്നു. പക്ഷേ എന്തു പറയാനാ, അന്യൻ്റെ ഹക്കെടുത്താൽ അതിൻ്റെ ഫലം ഈ ദുനിയാവിൽ തന്നെ അനുഭവിക്കുന്നു പറയുന്ന പോലെ ആദ്യത്തെ ആളുടെ മക്കളുടെ പിടിപ്പുകേടുണ്ടോ ഭാര്യയുടെ പിടിപ്പുകേടുണ്ടോ എന്നറിയില്ല, എല്ലാ പൈസയും ദാംധൂമായി പോയിരുന്നു. ആൾക്ക് സ്വന്തമായിട്ടൊരു വീട് പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവസാനം വാടക വീട്ടിൽ കിടന്നായിരുന്നു അയാൾ മരിച്ചത്. ഇനി രണ്ടാമത്തെ വ്യക്തി പ്രഷർ, ഷുഗർ, കൊളസ്ട്രോളൊക്കെ വന്ന ഒരു കാലൊക്കെ മുറിച്ച് പല സാമ്പത്തിക പ്രതിസന്ധികളിലും പെട്ട് അവസാനം ഇവിടുന്ന് പിരിവെടുത്തിട്ടാണ് അയാളെ നാട്ടിലേക്ക് അയച്ചത്. ഇനി നമ്മുടെ കഥാനായകൻ്റെ കാര്യം. ആൾ ഇപ്പോഴും 70ാമത്തെ വയസ്സിലും ചുറുചുറുക്കോടെ ഒരു റെസ്റ്റോറൻറ്റിൽ അവിടെ ജോലി ചെയ്യുന്ന 25 വയസ്സുള്ള യുവാക്കളെ കവച്ചു വെക്കുന്ന രീതിയിൽ ജോലി ചെയ്ത് പെൺകുട്ടികളുടെ കല്യാണം കഴിപ്പിച്ച് അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു വീടെടുത്ത് ആരോഗ്യത്തോടെ സുഖമായി ജീവിക്കുന്നു. ഇയാളെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടി ഞാനങ്ങ് പറയാം. ഇയാൾ ഒരു പ്രാവശ്യം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടു. ഇയാളുടെ മകളുടെ കല്യാണത്തിന് ഇയാളുടെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് കുറച്ച് പൈസ സഹായിക്കാമെന്ന് പറഞ്ഞെങ്കിലും അവസാന നിമിഷം, അതായത് കല്യാണത്തിന് 2-3 ദിവസം ബാക്കിയുള്ളപ്പോൾ അയാളുടെ വാക്കിൽ നിന്ന് പിന്മാറി. ഇയാൾ ആകെ തണറിപ്പോയി. അഭിമാനി ആയതുകൊണ്ട് ആരോടും പറയാതെ ഇങ്ങനെ തികഞ്ഞു നിൽക്കുന്നത് ഒരു സുഹൃത്ത് കാണാനിടയാകുകയും ആ സുഹൃത്ത് വഴി എൻ്റെ സുഹൃത്ത് അറിയുകയും എൻ്റെ സുഹൃത്ത് ഇയാളെ വിളിച്ച് മാറ്റി നിർത്തി ഒരു തുക ഇയാളുടെ കയ്യിലങ്ങ് ഏൽപ്പിച്ചു. ഇനി എൻ്റെ സുഹൃത്തിൻ്റെ വാക്കുകളാണ്. എടാ, ഞാൻ ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ടടാ. എൻ്റെ അടുത്ത് നിന്ന് സഹായം പറ്റിയ പലരും പോഴ വൈക്ക് പുല്ലുപോലും മുളച്ചിട്ടില്ലെന്നാണ് സത്യം. എന്നാൽ ഇയാളുണ്ടല്ലോ, എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പോൾ തലേന്ന് രാത്രിയാണ് ശമ്പളം കിട്ടിയതെങ്കിൽ പിറ്റേന്ന് രാവിലെ ഞാൻ കട തുറക്കുന്നതിന് മുന്നേ തന്നെ അവിടെ വന്ന് നിന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഓരോ ഗഡുക്കളായിട്ട് എൻ്റെ പൈസ തന്നു തീർത്തു. അവസാനത്തെ ഗഡു എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അയാൾ നിറഞ്ഞ കണ്ണുകളോടെ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞടാ, നീ അന്ന് എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ തകർന്നു പോകുമായിരുന്നടാ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷമുണ്ടല്ലോ, അത് ബുർജ് ഖലീഫയിലെ ടോപ്പിൽ ഒരു ഫ്ലാറ്റ് സ്വന്തമാക്കാൻ സാധിച്ചാൽ പോലും കിട്ടില്ലടാ. ഞാനിത് കേട്ട് പറഞ്ഞു, എടാ അതങ്ങനെ തന്നെയാണ്. ഒരു പ്രതിസന്ധിയിൽ നമ്മളൊരാളെ സഹായിക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന നന്ദി പ്രകടനം കാണുമ്പോൾ ഉണ്ടാകുന്ന നമുക്കുള്ള ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അത് അനുഭവിച്ചവർക്കേ പറയാൻ പറ്റും. സുഹൃത്തുക്കളെ, ഈ 3 പേരുടെയും ജീവിത കഥ കേട്ടപ്പോൾ നമുക്ക് കിട്ടുന്ന പാഠം എന്താണ്? അന്യൻ്റെ ഹക്കെടുക്കാതെ, അന്യൻ്റെ മുതലാഗ്രഹിക്കാതെ, മറ്റുള്ളവൻ്റെ ഉയർച്ചയിൽ അസൂയ പൂണ്ട് നിൽക്കാതെ തനിക്ക് കിട്ടിയ ജീവിതം ഓർത്ത് ശുക്രടിച്ച് നമ്മളങ്ങനെ മുന്നോട്ട് പോയാൽ, നമ്മൾ പോണ വഴിക്കൊന്ന് വീണു പോയാൽ, അത് ആരോഗ്യപരമായിട്ടായിക്കോട്ടെ സാമ്പത്തികപരമായിക്കോട്ടെ, അദൃശ്യമായ ഒരു കൈകൾ നമ്മളെ പിടിച്ചുയർത്തി മുന്നോട്ടേക്ക് തള്ളിവിടുക എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമല്ലേ ഈ 3 പേരുടെയും ജീവിതം നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നത്? ശരിയല്ലേ?